KBFCയിൽ സ്റ്റാർ യുഗം തുടങ്ങി 8-0 മുംബൈ സിറ്റി FC പരാജയപ്പെടുത്തിക്കൊണ്ട് ഡ്യൂറൻ കപ്പിലെ ഒരു ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് KBFC. ചരിത്ര വിജയമാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സ്കോർ ലൈനുള്ള വിജയമാണ്. പക്ഷേ മുംബൈ സിറ്റി FCയുടെ സെക്കൻഡ് ടീമിനോട് ആണ് കളി ജയിച്ചത്. ഒരു റിസർവ് ടീമാണ്, ഒരു സ്ട്രോങ് സൈഡ് അല്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റേതാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ 11 നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ സ്ട്രോങ് പ്ലേയേഴ്സും മെയിൻ പ്ലേയേഴ്സൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ ഒരു വലിയൊരു വിജയം നേടിയിരിക്കുകയാണ്. ഡ്യൂറൻ കപ്പിൽ ഒരു നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു ഇൻറ്റൻഷൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റി. ഗോളുകൾ അടിച്ചു കൂട്ടാനുള്ള ഒരു മൈൻഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റിയൊരു കിടിലം സ്റ്റാർട്ട് കിട്ടിയിരിക്കുകയാണ്. പെപ്രയും നോഹയും ഹാട്രിക് അടിച്ചു എന്നതാണ് എടുത്തു പറയാനുള്ളത്. കിടിലം കളിയായിരുന്നു. എല്ലാവരും കിട്ടുന്ന ചാൻസൊക്കെ ഗോളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എനിവേ ഈ ഒരു മാച്ച് വെച്ചിട്ട് ഹൈപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്ര വലിയൊരു മാച്ച് അല്ലായിരുന്നു ഇത്. വലിയൊരു ഓപ്പണൻ്റ് അല്ലായിരുന്നു. ബ്ലാസ്റ്റേഴ്സിനൊരു വൺ സൈഡ് മാച്ചായിരുന്നത്. ഏതായാലും പഞ്ചാബ് FCക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു ടഫ് മാച്ച് വരാനുള്ളത് ഈ ഒരു ഡ്യൂറൻ കപ്പിൽ. അപ്പോൾ ആ ഒരു മാച്ച് വെച്ചിട്ടാണ് ഇനി അപ്പോൾ ഏതായാലും ആ ഒരു മാച്ചിൽ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇൻറ്റൻഷനാണ് എടുത്തു പറയാനുള്ളത്. നല്ല ഒരു മൈൻഡ് കാണിക്കുന്നുണ്ട് പ്ലേയേഴ്സ്. അത് പുതിയൊരു കോച്ചിൻ്റെ കീഴിലുള്ള ആദ്യ മാച്ചാണ്. എനിവേ നോഹ ആളുടെ ഹാട്രിക് അടിച്ചു, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഗോൾ അടിച്ചു തുടങ്ങി. അതുപോലെ തന്നെ പെപ്ര തിരിച്ചെത്തി ഹാട്രിക് അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. കളിയിൽ 25 ഷോട്ടെങ്ങാനും ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അവരാകെ ഒറ്റ ഷോട്ടേ എടുത്തുള്ളൂ. അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം ഡോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മാച്ച് കളിച്ചതെന്ന്. ഡിഫെൻസീവിലൊന്നും ഒരു പണി ഉണ്ടായിരുന്നില്ല, വെറുതെ നിൽക്കായിരുന്നു നമ്മളെ കീപ്പറൊക്കെ. ലൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ആ ഒരു സെലിബ്രേഷനൊക്കെ വളരെ ഒരു ഇമോഷണലായിരുന്നു. കാരണം വയനാടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വയനാട്ടിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.